72ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആവേശത്തിലാണ് പുന്നമടയും പരിസരവും. ഇപ്പോൾ വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ട്രാക്ക് 1 ചിറമേൽ തോട്ടുകടവൻ, ട്രാക്ക് 2 PG കരിപ്പുഴ, ട്രാക്ക് 3 പുന്നത്ര പുരയ്ക്കൽ, ട്രാക്ക് 4 ചാമ്പ്യൻ വള്ളങ്ങൾ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രാക്കിൽ അണിനിരന്നിരിക്കുന്നത്. ആവേശകരമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നമുക്കറിയാം, വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നത്. മിഥുൻ, ചുണ്ടൻ വള്ളങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പറയേണ്ടത് തന്നെയാണ് ചെറുവള്ളങ്ങളുടെയും ഇരട്ടുകുത്തി വള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ എന്നീ വള്ളങ്ങളുടെയും മത്സരങ്ങൾ ആവേശം ഒട്ടും ചോരാതെ തന്നെ നടക്കുന്ന മത്സരങ്ങളാണ്. നമുക്കറിയാം, നേരത്തെ സുധീഷ് ഗോപാൽ സൂചിപ്പിച്ചതുപോലെ പടക്കപ്പലുകളായിരുന്നു ചുണ്ടൻ വള്ളങ്ങളെങ്കിൽ അതിനകമ്പടി സേവിച്ചിരുന്ന, ഭക്ഷണം വെക്കാൻ പാകം ചെയ്യാൻ പോയിരുന്ന വെപ്പ് വള്ളങ്ങൾ, അതോടൊപ്പം തന്നെ ഇരുട്ടിന്റെ മറവിൽ ആ ഒരു ആക്രമണത്തിന് സജ്ജമായി മാറിയിരുന്ന ഒരു ഇരട്ടുകുത്തി വള്ളങ്ങൾ, ഇവയൊക്കെ ഈ ഒരു പുന്നമടയിൽ ഇപ്പോഴിതാ ആവേശകരമായ ഒരു പോരാട്ടം തന്നെ തീർക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഫൈനൽ മത്സരത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇനി അല്പസമയത്തിനകം തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഉള്ള ഒരു ലഭ്യമാകുന്ന ആ ഒരു ഫൈനൽ ചിത്രം എങ്ങനെയാണ്? അവർ കടന്നു വരികയാണ്. എന്തൊരു മനോഹരമായ മത്സരം, സുന്ദരമായ മത്സരം. അക്ഷയ് ബി ഒന്നാം തുഴക്കാരൻ അങ്ങ് കുനിഞ്ഞ് കുത്തുകയാണ്. അപ്പു രാജേഷ് രണ്ട് പങ്കാളിക്കാർ കുത്തി എറിയുകയാണ്. സായി എൻകോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചിറമേൽ തോട്ടുകടവ, നിന്റെ വിജയഗാഥ. ഒന്നാം ട്രാക്കിലൂടെ 31 നമ്പർ വള്ളം അവർ കടന്നു വരികയാണ്. ഇതാ PG കരിപ്പുഴയും പുന്നത്ര പുരയ്ക്കലുമുണ്ട്. ചാമ്പ്യൻ അങ്ങ് പുറകിലാണ്. കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബേ, എന്റെ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബേ, നിങ്ങൾ പുറകിലായോ? പുന്നത്ര പുരയ്ക്കല് അവർ കടന്നു പോകുന്നു. ഇതാ കവണാർ സിറ്റിയുടെ, അതായത് നമുക്കറിയാം കവണാർ സിറ്റി ബോട്ട് ക്ലബ്ബും കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബും ബദ്ധവൈരികളാണ് ഇവിടെ. 2023, 24, 25, 26 വർഷങ്ങളിൽ. പക്ഷേ കഥ മാറി. 2026 ചിറമേൽ തോട്ടുകടവൻ 2 വള്ളത്തെ വടിച്ചുകൊണ്ട് കടന്നുപോയി. ഫൈനൽ മത്സരത്തിൽ ഇതിന്റെ റിസൾട്ട് ജഡ്ജസ് ആണ് പറയുക. ഇപ്പോഴും ചാമ്പ്യൻ വള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. സൂരജ് കരിമാടി 1ാം തുഴയിൽ, സത്യൻ കരിമാടി 1ാം പങ്കായത്തിൽ, ലീഡിംഗ് ക്യാപ്റ്റനായി കെവിൻ എം ജയനുണ്ട്. രാകേഷ് NM ക്യാപ്റ്റനാണ്. ഗ്യാങ് ഓഫ് ഭജനമഠം റോവേഴ്സ് ക്ലബ്ബാണ് തുഴയുന്നത്. ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നീരണിഞ്ഞ ചാമ്പ്യൻ വള്ളം ഇതാ 4ാം ട്രാക്കിലൂടെ അവരും ഈ മത്സരത്തിന് ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അവരും കടന്നു വരികയാണ്. അങ്ങനെ സൂര്യനങ്ങ് പടിഞ്ഞാറ് നിൽക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് മഴ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചാമ്പ്യൻ വള്ളത്തിന്റെ ആ വരവ് 4ാം ട്രാക്കിലൂടെ പടിഞ്ഞാറക്കരയിലുള്ള കാണികളും ഇങ്ങ് ഈ റോസ് കോർണറിലുള്ള നമ്മുടെ നെഹ്റു ഭവനിലുള്ള കാണികളും ആവേശ പോരാട്ടങ്ങൾ തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. ആ ഒരു കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മിഥുൻ, ഇപ്പോൾ നൽകുന്നത് ആ ഒരു വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളാണ്. ഇനി അടുത്തതിനി എന്താണ് നടക്കാൻ പോകുന്നത്? ഫൈനൽ മത്സരങ്ങൾ, ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ എപ്പോഴാണ് ആരംഭിക്കാനിരിക്കുന്നത്? അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടത് ഇരട്ടുകുത്തി എ ഗ്രേഡിന് ഫൈനലാണ്. 1ാം ട്രാക്കിൽ 34 നമ്പർ അമല, ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ വള്ളങ്ങളും. അതായത് ഫൈനൽ മത്സരത്തിലേക്ക് എത്തിയിട്ടുള്ള 3 വള്ളങ്ങളും 3 ട്രാക്കുകളിലായി അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. 1ാം ട്രാക്കിൽ പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന 3 തൈക്കൽ വള്ളവും, അതുപോലെ തന്നെ 2ാം ട്രാക്കിൽ ശ്രീ ശബരി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന PG കണ്ണൻ വള്ളവും, 3ാം ട്രാക്കിൽ YSBC പഴവീട് ക്ലബ്ബ് തുഴയുന്ന തിരുത്തുത്ര ക്ലബ്ബുമാണ് വള്ളമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന, വാശിയേറിയിട്ടുള്ള മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഇതിന് സമാനമായി തന്നെ ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ ചെറുവള്ളങ്ങളും ഈ പുന്നമടക്കായലിന്റെ ഇരുവശത്തും വലിയ രീതിയിലുള്ള ആവേശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഒരു ഫൈനൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ഇരുട്ടുകുത്തിയുടെ ഫൈനലിൽ വിജയിച്ചത് ആരാണ് എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഇതോടുകൂടി തന്നെ ചെറുവള്ളങ്ങളുടെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ വേണം. ഈ മത്സരത്തോടു കൂടി അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. അടുത്തതായി വീണ്ടും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ കായലോരത്ത് ആവേശങ്ങളുടെ തിരമാലകൾ സൃഷ്ടിച്ച ആ ചുണ്ടൻ വള്ളങ്ങൾ വീണ്ടും എത്തുകയാണ്. ലൂസേഴ്സ് ഫൈനലിന് വേണ്ടിയാണ്
ചുണ്ടൻ വള്ളങ്ങൾ എത്തുക. 4:32 അവർക്ക് നിശ്ചയിച്ച സമയം. അത് ഏതാണ്ട് ഒരു 4:45 ആ മത്സരങ്ങൾ ലൂസേഴ്സ് ഫൈനൽ തുടങ്ങാൻ സമയമാകും. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 14, 13, 15, 16 അതായത് ഹീറ്റ്സ് മത്സരങ്ങളിൽ 14, 15, 16 സ്ഥാനത്തെത്തിയ വള്ളമാണ്. ആ വള്ളങ്ങളാണ് ഈ 4 വള്ളങ്ങളാണ് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുക. അതിനുശേഷം സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ 11, 9, 12, 10 സ്ഥാനത്തും എത്തിയ വള്ളങ്ങളാണ്, ചുണ്ടൻ വള്ളങ്ങളാണ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുക. അത് പിന്നീട് നടക്കാൻ പോകുന്നത് ഏതാണ്ട് 5 മണിയോടുകൂടി ലൂസേഴ്സ് ഫൈനൽ നടക്കും. അത് 5, 6, 7, 8 സ്ഥാനത്തെത്തിയ വള്ളങ്ങളാണ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുക. അതിനുശേഷം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഈ 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരം, ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഫൈനലിസ്റ്റുകളെ നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. വാശിയേറിയ ഹീറ്റ്സ് മത്സരങ്ങൾക്കൊടുവിൽ ഫൈനൽ ആരൊക്കെ കളിക്കുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം നമുക്ക് എത്തിക്കഴിഞ്ഞു. പല അട്ടിമറികൾ ഉണ്ടാവുകയും നമ്മൾ പ്രതീക്ഷിച്ച പല ടീമുകളും ഫൈനൽ മത്സരത്തിൽ യോഗ്യത നേടാതെ ഹീറ്റ്സിൽ തന്നെ പുറത്താവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. വള്ളംകളിയുടെ ഒരു പൊതു സ്വഭാവം തന്നെയാണ് ഇത്. കഴിഞ്ഞ വർഷവും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തവണ ഫൈനൽ മത്സരങ്ങളിൽ മേൽപ്പാടവും നടുഭാഗവും വിയ്യപുരവും അരോമയുമാണ് ഇത്തവണ മത്സരിക്കുന്നത്. അരോമ ഫൈനലിൽ ഇടം നേടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇത്തവണത്തെ ഫൈനൽ മത്സരങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് പുന്നമടക്കായൽ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അതിന്റെ ആവേശത്തിന്റെ അത്യുന്നതിയിലേക്ക് എത്തി നിൽക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോലും സാധാരണ നമുക്കറിയാം ഈ ഫിനിഷിംഗ് പോയിന്റുകളിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളിലും. ആ സ്റ്റാർട്ടിംഗ് ഒരു വള്ളത്തിന്റെ സ്റ്റാർട്ടിംഗ് കണ്ടാൽ അറിയാം ഏത് വള്ളമാണ് ഫൈനലിൽ ഫിനിഷ് ഏറ്റവും ആദ്യമായി ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അത് കുട്ടനാട്ടുകാർക്കും ഈ വള്ളംകളിയെ ഇഷ്ടപ്പെടുന്നവർക്കും അതിന്റെ ആരാധകർക്കും അറിയാം. ആ ഫൈനലിൽ ആ തുടക്കത്തിലുള്ള കുതിപ്പ് എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇവിടെ നിന്ന് തന്നെ പലരും വിളിച്ചു പറയുന്നത് കേൾക്കാം. ആദ്യമെത്താൻ പോകുന്നത് ഈ വള്ളമാണ്, ആ വള്ളമാണ് എന്നുള്ള വിലയിരുത്തലുകൾ ഈ തുടക്കത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അതിനിടയ്ക്ക് വെച്ച് തന്നെ പല അട്ടിമറികളും പല മുന്നേറ്റങ്ങളും ഈ കായലോരത്ത് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അത്തരത്തിൽ അതിമനോഹരമായ വാശിയേറിയ ഈ ഓണക്കാലത്ത് ഏറ്റവും വാശിയേറിയ കാഴ്ചകളിൽ ഒന്നാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി. ആ വള്ളംകളിയുടെ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. തേർഡ് ലൂസേഴ്സ് ഫൈനലിന് വേണ്ടി ഇപ്പോഴിതാ 3 വള്ളങ്ങൾ ട്രാക്കിൽ അണിനിരന്നു കഴിഞ്ഞു. ഒരു വള്ളം കൂടി അണിനിരക്കാനുണ്ട്. 1, 3, 4 ട്രാക്കുകളിലാണ് ഇപ്പോൾ വള്ളങ്ങൾ അണിനിരന്നിരിക്കുന്നത്. നമുക്ക് വാശിയേറിയ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടുത്തതായി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കൂടി നടക്കും. ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് വെപ്പ് വള്ളങ്ങളാണ്. വെപ്പ് വള്ളങ്ങളുടെ മത്സരമാണ് ഇതിനടുത്തായി നടക്കാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വാശിയേറിയിട്ടുള്ള മത്സരം, അതായത് അടുത്ത ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ കൂടി ഇനി ഈ മത്സരത്തിന് ശേഷം നടക്കാനിരിക്കുകയാണ്. എല്ലാവരും ആവേശത്തോടെ തന്നെ കാത്തിരിക്കുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പോകുന്നത് ആരാണ് എന്നുള്ളത്. വലിയ മാറ്റങ്ങളോടുകൂടി 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ മുതൽ അത് 25 ലക്ഷമാക്കി ഉയർത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള ആകർഷകമാക്കുന്ന തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഉണ്ടായ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ 2026 ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത്. ആ ചരിത്രമായ ഈ സീസണിൽ ആരുടെ പേരിനൊപ്പമാണ് ആ നെഹ്റു ട്രോഫി വള്ളംകളി കൊത്തിവെക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അമൽ.